നമസ്കാരം. ഇന്ത്യ അടുത്ത വ്യാപാര കരാറിലേക്ക്, ഇന്ത്യ കാനഡ വ്യാപാര കരാർ സാധ്യമാകാൻ പോകുന്നു എന്ന സുപ്രധാനമായ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. മാർച്ച് മാസത്തോടുകൂടി കനഡിയൻ പ്രധാനമന്ത്രിയായ മാർക്ക് കർണി ഇന്ത്യയിലേക്ക് എത്തുന്നു. ഇന്ത്യ കാനഡ സൗഹൃദം തീർച്ചയായിട്ടും ഇരു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിൻ വിൻ സിറ്റുവേഷൻ തന്നെയാണ്. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് ഓർഗാനിക് കെമിക്കൽസുകൾ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, അതോടൊപ്പം തന്നെ ടെക്സ്റ്റൈൽസ് പ്രോഡക്റ്റുകൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള സാധനങ്ങൾ കാനഡയിലേക്ക് കയറ്റുമതി ചെയ്യാനുണ്ട്. അതോടൊപ്പം തന്നെ കാനഡയുമായിട്ട് ഇന്ത്യയുടെ ഒരു സൗഹൃദം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് കാനഡയുടെ റയർ എർത്ത് മെറ്റലുകൾ, പ്രധാനമായിട്ടും നിക്കൽ, കൊബാൾട്ട്, ലിഥിയം പോലുള്ള റയർ എർത്ത് മെറ്റലുകൾ കാനഡയിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഓയിൽ ആൻഡ് ഗ്യാസിൻ്റെ കാര്യത്തിലും കാനഡയുടെ സൗഹൃദം നമുക്ക് വളരെയധികം ഗുണകരമായി തന്നെ ഇരിക്കും. അതായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെയധികം സുപ്രധാനമായിട്ടുള്ള കാര്യം തന്നെയാണ്. മാർക്ക് കർണി അടുത്ത മാസം ഇന്ത്യയിലേക്ക് വരുന്നു. ഇതിനോടകം തന്നെ കഴിഞ്ഞ വർഷം അവസാനം അവരുടെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അനിത ആനന്ദ ഇന്ത്യയിലേക്ക് വന്നിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് അവരുടെ നാച്ചുറൽ റിസോഴ്സിൻ്റെ മന്ത്രിയായ ടിം ഹോക്സിൻ ഇന്ത്യയിലേക്ക് വന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞ ആഴ്ചയിൽ അജിത് ഡോവൽ കാനഡയിൽ എത്തിയിരുന്നു. കാനഡയിൽ ചർച്ചകൾ നടത്തിയിരുന്നു. അങ്ങനെ വളരെ സുഖകരമായൊരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഇന്ത്യ കാനഡ ബന്ധം മുന്നോട്ട് പോകുന്നത്. അടുത്ത മാസം മാർക്ക് കർണി ഇന്ത്യയിലേക്ക് എത്തുന്നതോടുകൂടി ബന്ധം കൂടുതൽ സുദൃഢമാകുകയും അങ്ങനെ മറ്റൊരു വ്യാപാര കരാർ സാധ്യമാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇന്ത്യ കാനഡ ബന്ധം 2023 വഷളായ ഒരു ബന്ധമായിരുന്നു. ഹർദീപ് സിംഗ് നിജ്ജർ എന്ന ഖാലിസ്ഥാനി നേതാവ് കാനഡയിൽ വെച്ച് വധിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ഒരു ആരോപണം ആ സമയത്ത് ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യക്കെതിരെ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് തെളിവൊന്നുമില്ലാതെ തന്നെ ഇന്ത്യയാണ് ഇയാളെ വധിച്ചത് എന്ന് പറയുകയുണ്ടായി. അങ്ങനെ വലിയ രീതിയിൽ ആ ബന്ധം തകർന്നു. ഡിപ്ലോമാറ്റ്സിനെ തിരിച്ചു വിളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവർ തമ്മിലുള്ള എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും നിർത്തിവയ്ക്കുന്നതിനുമായി ബന്ധപ്പെട്ട്, ട്രേഡ് ബന്ധങ്ങളെല്ലാം തന്നെ നിർത്തിവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നു. അങ്ങനെ പൂർണ്ണമായും എല്ലാ വ്യാപാര ബന്ധങ്ങളും കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യ കാനഡ ബന്ധം വളരെയധികം മന്ദഗതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അത്തരമൊരു സാഹചര്യമായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ വരുത്തി വെച്ചത്. എന്നാൽ മാർക്ക് കർണി വന്നതിന് ശേഷം ഈ ബന്ധം കൂടുതൽ സുദൃഢമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ വ്യാപാര ബന്ധം സാധ്യമാകുന്നതോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും ഇതോടൊപ്പം അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇന്ത്യയും കാനഡയും. അതായത് സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ഖാലിസ്ഥാൻ തീവ്രവാദികൾ കാനഡയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയുടെ സുരക്ഷയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളുമായിട്ട് ചില ഇടപെടലുകൾ നടത്തുന്നു. ഖാലിസ്ഥാൻ തീവ്രവാദത്തെ പരിപോഷിപ്പിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ തന്നെയും കാനഡയിൽ വെച്ച് അവസാനിപ്പിക്കണമെന്നും ഇത്തരം ഖാലിസ്ഥാനികളെ ശക്തമായ രീതിയിൽ കാനഡ നിയന്ത്രിക്കണമെന്നും അവരെ നേരിടണമെന്നും ഇന്ത്യ സംസാരിച്ചിട്ടുണ്ട്. ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാനഡയോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ തന്നെയും കാനഡ നടപ്പിൽ വരുത്തും എന്ന് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള മരുന്നുകളുടെ ഒരു വിപണനം, ഇത് ഇരു രാജ്യങ്ങൾക്കിടയിലുമുള്ള ഒരു പ്രശ്നമാണ്. അതും ഏറെക്കുറെ അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളും നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ സുദൃഢമാക്കുകയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആദ്യ സമയങ്ങളിൽ 2023 മുൻ സൂചിപ്പിച്ചതുപോലെ ഹൈക്കമ്മീഷണർമാരെ തിരിച്ചു വിളിക്കുകയും വിസയുടെ ബ്ലോക്കും അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്ന ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പരിഹരിക്കപ്പെടുന്നു. തീർച്ചയായിട്ടും ഇന്ത്യ കാനഡ വ്യാപാര കരാർ നിർണായകമായ ഒരു സിറ്റുവേഷനിലാണ്, നിർണായകമായ ഒരു അവസ്ഥയിലാണ്. തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ വലിയ വിജയം തന്നെയായിരിക്കും ഇന്ത്യ കാനഡ വ്യാപാര കരാർ എന്നത് ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ
പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.